നമ്മൾ പുതിയിട്ടിട്ട് എല്ലാവർക്കും കേട്ടോ. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ചാലത്തെ ഹാർബറിലാട്ടോ വന്നത്. അപ്പോൾ നമ്മൾ മീൻ വാങ്ങാൻ വന്നതാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ വെച്ചു. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ പറഞ്ഞാൽ നമ്മൾ എത്തിയത് പറഞ്ഞാൽ രാവിലെ ഒരു 6:30 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ 2 ആൾക്കാരുണ്ട്, കുറേ ആൾക്കാർ, കച്ചവടക്കാരായിക്കോട്ടെ, കുറേ ആൾക്കാർ മീൻ വാങ്ങാനൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേട്ടോ ബോട്ടിൽ നിന്നൊക്കെ ആൾക്കാർ മീൻ കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട് കേട്ടോ. അയിലാണ് കേട്ടോ ഒന്ന് കാണുന്നത്, നദികാലത്ത് അയിലാണ് കാണുന്നത്. ബോട്ട്സിലാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വെക്കുന്നുണ്ട്, ലേലത്തിൽ വിളിക്കാനുള്ള ഇതൊക്കെ. അപ്പോൾ വന്നത് കണ്ടില്ല, നല്ല ഫ്രഷ് അയിലാട്ടാണ് വന്നത്. കണ്ടില്ലേ, ഐസിൽ കയറാതെ വന്ന സാധനം കേട്ടോ അതൊക്കെ. നല്ല ഫ്രഷ് അയില. അവിടെ ഇവിടുന്നൊക്കെ ആയിട്ട് ആൾക്കാർ കുറേ കൊണ്ടുപോയി ഇറക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇനി ലേലത്തിൽ വിളിച്ചാണ്ടാണ് ആൾക്കാർ, കച്ചവടക്കാരൊക്കെ കൊണ്ടുപോകാം. കണ്ടില്ല, ഇവിടെ കുറച്ച് മീനുകൾ വന്ന്, പിന്നെ നെണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം, കണ്ടോ, നല്ല അടിപൊളി നണ്ടുകളും വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലെന്തെങ്കിലും പരിപാടി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രാവിലെ ഇവിടെ ചാലത്തേക്കൊക്കെ വന്നാൽ മതി കേട്ടോ. ചാലത്തൊക്കെ വന്നാൽ നമുക്ക് വളരെ വില കുറച്ചിട്ട് നമുക്ക് ഇവിടുന്ന് മീനൊക്കെ എടുത്ത് പോകട്ടോ. ഇപ്പോൾ ഒരു കൊട്ടയിൽ ഇപ്പോൾ ഇത്ര വിലക്ക് എന്ന് പറഞ്ഞിട്ടാണ് ലേലം വിളിച്ചിട്ട്, നമുക്ക് അതിൽ ലേലം വിളിച്ചിട്ട് നമുക്ക് അതിന് ആവശ്യമുള്ള വേണ്ടി എടുക്കാം കേട്ടോ. ഇതവിടെ ലേലം വില നടക്കുന്നുണ്ട്. ഈ ഇത്ര കാണുന്ന മീനൊക്കെ 50 എന്ന് പറയാം, 5000 കേട്ടോ. ആ ലെവലിലൊക്കെയാണ് ഇത്രയും മീൻ കൊടുക്കുന്നത്. ഇപ്പോൾ പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ കേട്ടോ കുറച്ച് ആൾക്കാർ കുയ്ത്തിയൊക്കെ, പുഴ മീൻ തന്നെ കേട്ടോ, കുയ്ത്തിയൊക്കെ വിൽക്കുന്നുണ്ട് കൊട്ടയിലാക്കിയിട്ട്. അപ്പോൾ കുയ്ത്തിയൊക്കെ പെടയ്ക്കുന്നൊക്കെ കുയ്ത്തി കേട്ടോ, ഉണ്ടോ പെടയിനുണ്ടോ ആ കുയ്ത്തിയൊക്കെ. അല്ല പെടയ്ക്കുന്ന മീനാട്ടോ ഇവിടെ ഉള്ളത്, വിശ്വസിച്ച് വാങ്ങാം. പിന്നെ പറഞ്ഞാൽ നമ്മൾ വാങ്ങുമ്പോൾ കുറച്ച് ട്രിക്കൊക്കെ ഉപയോഗിക്കട്ടോ. വേണമെങ്കിൽ നമ്മൾ പോലെ അവരൊക്കെ ചിലപ്പോൾ ഈ നെണ്ടിൻ്റെ ഒരു കൊട്ടയ്ക്ക് ചിലപ്പോൾ ഒരു 300 ആ ലെവലിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പോലെ സംസാരിച്ച് ഒരു 200 അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് എടുക്കട്ടോ. വില കുറവിൽ നമുക്ക് സംസാരിച്ച് എടുക്കട്ടോ വേണമെങ്കിൽ. പിന്നെ ഇതാ അവിടെ നിന്നൊക്കെ ആൾക്കാർ ഇതാ മീനൊക്കെ ഇറക്കുന്നത് ഉണ്ടോ. ഇവിടെ കണ്ടില്ല, മാന്തൊക്കെ ഉണ്ട് കേട്ടോ, മാന്തി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പറഞ്ഞാൽ വലിയ വലിയ പീടികയിലുള്ള കച്ചവടക്കാരായിട്ട് അടുത്തേക്ക് എടുക്കുക. അതിലിപ്പോൾ ഒരു ഇത്ര കൊട്ടയ്ക്ക് ഇത്ര പൈസ എന്നുള്ള ലെവലാട്ടോ കൊടുക്കുന്നത്. ലേലം വിളിച്ചിട്ടാണ് ആൾക്കാരെല്ലാവരും എടുക്കുക. പിന്നെ നമ്മൾ കേട്ടോ കേട്ടോ ഈ മാന്തൻ്റെ ചെമ്മീൻ്റെ ഒക്കെ ഒരു 2 കൊട്ടയ്ക്ക് 3000 റുപ്യ ആ ലെവലിലൊക്കെ കേട്ടോ പറയുന്നത്, കണ്ടില്ലേ. അപ്പോഴാട്ടോ നമ്മൾ കണ്ടത് കുറച്ച് കരിമീനുണ്ട് കേട്ടോ ഇവിടെ വെക്കുന്നത്. കുറച്ച് കരിമീനുണ്ട് ഇവിടെ. കണ്ടപ്പോൾ തന്നെ നോക്കിയൊന്ന് പോയി, കുറച്ച് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് ഇട്ടത്. പിന്നെ മാലാനുണ്ട്, സൈഡിലുണ്ട് മാലാന്, പിന്നെ പൂയാൻ, അങ്ങനത്തെ ഒക്കെ മീനുണ്ട് ഇട്ടതിൽ. ചെറിയ വിലക്ക് ആൾക്കാരെ വിളിച്ചെടുക്കും കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇവിടെ ചെറിയ മീനൊന്നുമില്ല കേട്ടോ ഉള്ളത്, വലിയ മീനൊക്കെ ഉണ്ട്. ഇതേ കണ്ടില്ല, നല്ല കാളാഞ്ചി ഉണ്ട്, നല്ല സൂത ഉണ്ട്, ചെമ്മീനൊക്കെ ഉണ്ട് കേട്ടോ. സൂതൊക്കെ പറഞ്ഞാൽ നമുക്ക് 100 റുപ്യക്ക് കിട്ടും എത്ര വലുതൊക്കെ. പിന്നെ പറഞ്ഞാൽ ഇത് നമ്മളെ വലിയ മീനതാ ഹമൂറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഹമൂറൊക്കെ നമുക്ക് കുറഞ്ഞ പൈസക്ക് വേണമെങ്കിൽ കിട്ടും കേട്ടോ ഇവിടെ. രണ്ടിലെ 2 വലിയ മീനുകളൊക്കെ. ഇതൊക്കെ പറഞ്ഞാൽ അധികം കച്ചവടക്കാർ പിന്നെ കല്യാണ പരിപാടിയൊക്കെ ഉള്ളവരൊക്കെ എടുക്കുക. പിന്നെ പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി കേട്ടോ, നല്ല വലുപ്പമുണ്ട് കേട്ടോ ഇതൊക്കെ. പിന്നെ പറഞ്ഞാൽ മീനിങ്ങനെ വന്നുകൊണ്ട് നിൽക്കുക കേട്ടോ, ബോട്ടിലൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ. നല്ല ആൾക്കാരും ഉണ്ട്. ആൾക്കാർ രാവിലത്തെ ഞാണ്ട് കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ആൾക്കാർ ബോട്ടിൽ നിന്ന് ഇറക്കിയിട്ട് ഇങ്ങനെ ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും കേട്ടോ. കണ്ടില്ല, ഓരോ ബോട്ട്സിലാക്കിയിട്ട് ഇങ്ങനെ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ പറഞ്ഞാൽ ഇവിടെ ഉണ്ട് ഒരു പരന്നിട്ടുള്ള മീൻ കേട്ടോ. നമുക്ക് പേരെന്താ അറിയില്ല കേട്ടോ ഇതിൻ്റെയൊക്കെ. അപ്പോൾ അറിയണമല്ലോ എന്തായാലും കമൻറ്റ് ചെയ്യും കേട്ടോ, കണ്ടില്ലേ. പിന്നെ എന്തൊക്കെ പറഞ്ഞപ്പോൾ ലേലത്തിൽ വിളിക്കട്ടോ, അതും കൂടി ഒന്ന് കാണിച്ചു തരാം ലേലത്തിൽ വിളിക്കുന്നത്. 15, 1500, 1500, 1500, 1200, 1600, 1600, 1600, 1500, 1500, 1700, 1700, 1700, 1700, 800, 1800, 2 പട്ട് 1800, 1800, 1800, 1800, 2 പട്ട് 1800, 1800, 1800 കഴിഞ്ഞോ. 1800, 900, 1900, ഊരിയ കത്തി അറിയില്ല. 1900, 1900, 1900, 1900, 1900, 1900 കഴിഞ്ഞോ. 1900 3. പിന്നെ പറഞ്ഞിരുന്നാ പിന്നെ അയില വന്നുകൊണ്ട് തന്നെ നിൽക്കട്ടോ. ഒന്ന് കൂടുതലൂടെ അയിലാട്ടോ കിട്ടിയത്, കണ്ടല്ലോ ഫ്രഷ് അയിലാട്ടോ. ബോട്ട്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടില്ലേ.
പിന്നെ പറഞ്ഞാൽ ഈ വെള്ളിയാഴ്ചയൊക്കെ ഈ ഹാർബറിൽ കച്ചവടം ഉണ്ടാവില്ല കേട്ടോ. വെള്ളിയാഴ്ച ഒന്നും കച്ചവടം ഉണ്ടാവില്ല, ബാക്കി എല്ലാ ദിവസവും ഉണ്ടാവും. പിന്നെ ഒരു സൈഡ് തോണിക്കാർ എരിന്ത് വെക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എരിന്തൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങാം കേട്ടോ, വില കുറവിലൊക്കെ. അപ്പോൾ പിന്നെ പറഞ്ഞാൽ രാവിലത്തെ കച്ചവടം കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം കേട്ടോ. 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവിടെ കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അപ്പോൾ പറഞ്ഞാൽ ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങളൊക്കെ എത്തിച്ചാൽ അപ്പോൾ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.